Hello friends, welcome back to Technique Malayalam. We will unboxing Poco smart phone F series powerful device Poco F6 5G. Now box Poco F6 5G. Now Poco F5 pricing announced this Poco X6 Pro Dimensity 8300 Ultra very powerful device. That's Poco F6 India Snapdragon 8S Gen 3 processor. That's 8S Gen 3 Snapdragon 8 Gen 3 in the same fabrication processor. One of the powerful processor for this price segment device is Poco F6 5G. Poco F series F1 very powerful device gaming and device and features included. Video Poco F6 5G unboxing this channel subscribe button press bell icon click cheyyumbol ningal videos notification kode lebikkunnanu appo namukku pettane unboxing ilekku kedakam idana Poco F6 5G inde box package ivide idana box inde back il important specification aanu flagship 8S Gen 3 50 megapixel dual Sony camera ആണ് 90 watt charging ഉണ്ട് 1.5K 120Hz AMOLED display ഉണ്ട് IP64 rating ഉണ്ട് Dolby Vision Atmos ഉണ്ട് in display fingerprint scanner ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന black color ആണ് 12GB RAM 512GB storage ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം അപ്പോൾ പോക്കോന്റെ ബ്രാൻഡിംഗ് ആണ് ഇവിടെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്റ്റ് പിൻ അതിനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് കളർ കേസ് ആണ് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം ഇതല്ലേ അത് നമുക്കൊരു ബ്ലാക്ക് കേസാണ് നല്ലൊരു ക്വാളിറ്റി കേസാണ് നമ്മൾ റെഡ്മിൻ്റെ ഒക്കെ കണ്ട അതേ കേസ് തന്നെയാണ് വരുന്നത് പിന്നെ ഒരു മാനുവലാണ് കൊടുത്തിരിക്കുന്നത് ഇതുണ്ട് നാനോ സിം കാർഡ് പിന്നെ ഇതിൻ്റെ സാർ വാല്യൂവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 0.848 ആണ് സാർ വാല്യൂ ഹെഡ് സാറ് ബോഡി സാറ് 0.628 ആണ് അപ്പോൾ ഇത്രയാണ് സാർ വാല്യൂ ഇനി നമുക്ക് പുറത്തെടുക്കാം ഡിവൈസ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ വരുന്നത് 120 വാട്ട് അഡാപ്റ്റർ ആണ് പക്ഷേ 90 വാട്ടേ സപ്പോർട്ട് ചെയ്തിരിക്കുള്ളൂ പക്ഷേ 120 വാട്ട് അഡാപ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിൾ ആണ് ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം നമുക്ക് ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറയാം ആദ്യം ഇവിടെ നമുക്കൊരു ബാക്കിൽ മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത് 50 മെഗാപിക്സൽ OIS ക്യാമറ ആണ് ഇവിടെ LED ഫ്ലാഷ് കാണാം പോക്കോന്റെ ബ്രാൻഡിങ് കാണാം ഡ്യുവൽ 50 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു 50 മെഗാപിക്സലും 8 മെഗാപിക്സൽ അൾട്രാ വൈഡോടെ മാക്രോ സെൻസർ ഇല്ല പിന്നെ ഒരു പവർ ആൻഡ് വോളിയം കീസ് ആണ് മുകൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ ഉണ്ട് അതേപോലെ സ്പീക്കർ യൂണിറ്റ് കാണാം പിന്നെ ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴത്ത് USB Type-C പോർട്ട് അതേപോലെ സ്പീക്കർ യൂണിറ്റ് സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് വളരെ മിനിമൽ ബെസൽസ് ആണ് ഇതിൽ വളരെ സ്ലിം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകൾ ഭാഗത്തും സൈഡിലും മിനിമലാണ് താഴത്ത് കുറച്ചധികം എന്നാൽ പോലും വളരെ സ്ലിം ബെസൽസ് ആണ് അത് ഈവൻ കഴിഞ്ഞ പോക്കോ F5ലും ഇതേപോലെ ഏറെക്കുറെ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് 1.5K AMOLED ഡിസ്പ്ലേ ആണ് 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് ഡോൾബി വിഷനും സപ്പോർട്ടഡ് ആണ് ഇനി ഡിസ്പ്ലേനെ കുറിച്ച് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ് 1.5K റെസൊല്യൂഷൻ ആണ് 446 പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ 94.27 കണ്ടില്ലേ വളരെ മിനിമലാണ് അതിനൊപ്പം തന്നെ റിഫ്രഷ് റേറ്റ് 120Hz ആണ് ഡോൾബി വിഷൻ സപ്പോർട്ട് HDR10+ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട് അതേപോലെ 68 ബില്യൺ കളേഴ്സ് ആണ് വരുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് സപ്പോർട്ട് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ് പിന്നെ PWM ഡിമ്മിങ്ങും 1920 Hz ആണ് വരുന്നത് അപ്പോൾ നല്ല ബ്രൈറ്റ് ആണ് 1200 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഗ്ലോബൽ ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് 2400 നിറ്റ്സുമാണ് അപ്പോൾ അത്രയും ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അപ്പോൾ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഡോൾബി വിഷനും ഡോൾബി ആറ്റ്മോസും ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് സെറ്റിംഗ്സ് പോയാൽ ഡിസ്പ്ലേ ഓപ്ഷൻസും കാണാം നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഡാർക്ക് മോഡ് അതേപോലെ തന്നെ അഡ്വാൻസ് ഫീച്ചേഴ്സ് കളർ സ്കീം നമുക്ക് സെലക്ട് ചെയ്യാം വിവിഡ് കളർ മോഡ് ഓപ്ഷൻസ് ഉണ്ട് റിഫ്രഷ് റേറ്റ് അതേപോലെ 1.5K ആണ് അപ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് ഇനി അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്കറിയാം HyperOS ആണ് വരുന്നത് ഇവിടെ എബൌട്ട് ഫോൺ എടുത്താൽ HyperOS 1.0.2 അതേപോലെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആൻഡ്രോയിഡ് വേർഷൻ 14 ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് അപ്ഡേറ്റ് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതേപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് വേണം അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് 3 വർഷത്തേക്ക് നമുക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും കിട്ടും
അപ്പോൾ ഹൈപ്പർവോയ്സ് നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ് തരുന്ന UI ആണ്. നമുക്ക് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഒരു ഷോമി ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈപ്പർവോയ്സ് നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ഹൈപ്പർവോയ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കാവുന്നതാണ്. ഇനി ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയാണ് പോക്കോയിൽ ഒരു കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയി തോന്നുന്നത്. ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണല്ലേ, ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, കണ്ടില്ലേ, ഒരുപാട് എണ്ണം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്നാലും ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പോക്കോ കോസ്റ്റ് കട്ടിങ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് ആ കോസ്റ്റ് കട്ടിങ് മനസ്സിലാവുന്നത്. ഇത് കണ്ടില്ലേ, ഒരുപാട് ഗെയിംസ് വെച്ച് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് പ്രൈസ് ഇത്രയും നല്ല, പ്രോബ്ലി കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, വില കുറച്ച് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. അതാണ് ഇതിനകത്ത് ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്ലോട്ട് വേസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. വളരെ എളുപ്പത്തിൽ നമുക്ക് കളയാവുന്നതാണ് അല്ലേ, ഏറെക്കുറെ എല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പക്ഷേ ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല UI എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ ഹൈപ്പർവോയ്സ് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് തരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ സോർട്ടഡ് ആണ്, 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കിട്ടും. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറെ കുറിച്ച് പറയുന്നത്. ഇനി പെർഫോമൻസിലേക്ക് പോകും. പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രോസസ്സറാണ്. അപ്പോൾ നമുക്ക് ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ ഉണ്ടോ, 14,67,000 ആൻറ്റിറ്റ്യൂഡ് സ്കോർ. ഇതല്ലേ GPU CPU സ്കോർ എല്ലാം കണ്ടില്ലേ, വളരെ പവർഫുൾ ഡിവൈസാണ്. അതേപോലെ തന്നെ ഗീക്ക് ബെഞ്ച് ടെസ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീക്ക് ബെഞ്ച് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉണ്ട് 1835 സിംഗിൾ കോർ സ്കോർ, മൾട്ടി കോർ സ്കോർ 4624. അപ്പോൾ അത്രയും പവർഫുൾ ഡിവൈസാണ്. അതിനൊപ്പം തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് അത് ഞാൻ കാണിച്ചു തരാം. UFS 4.0 സ്റ്റോറേജ് ആണ്, അതും വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നല്ല റീഡ് റൈറ്റ് സ്പീഡ് നമുക്ക് കിട്ടും. പിന്നെ LPDDR5X റാമാണ് കൊടുത്തിരിക്കുന്നത് UFS 4.0. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതേപോലെ തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയും ഇൻക്ലൂഡഡ് ആണ്. എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസിന് അനുയോജ്യമായ ഒരു ഡിവൈസ് എന്ന നിലയ്ക്ക് പോക്കോ F6 അടിപൊളി ഫീച്ചേഴ്സാണ് നൽകുന്നത്. അപ്പോൾ പെർഫോമൻസിൽ ഏറ്റവും മികച്ച ഒരു ഹാർഡ്വെയർ ആണ് ഡെഫിനറ്റ്ലി പറയാം. അപ് ടു 12 GB റാമും 512 GB സ്റ്റോറേജും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. എയർടെലും ജിയോ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, എന്നാലും ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല സ്പീക്കർ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾ ക്വാളിറ്റിയിലും അതേ എക്സ്പീരിയൻസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ക്യാമറയിൽ പോകാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 50 MP മെയിൻ ക്യാമറയാണ്. സോണി IMX882 സെൻസറാണ്. f1.6 അപ്പേച്ചറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 20 MP ഓംനി വിഷൻ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 4K 60 FPS റെക്കോർഡിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടില്ലേ 4K 60 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ക്യാമറയിൽ കിട്ടുന്ന നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, 50 MP മോഡ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. ഇതെല്ലാം പോക്കോ F6 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് തോന്നുന്നു എബോ ആവറേജ് ക്യാമറ എന്ന് ഡെഫിനറ്റ്ലി പറയാം. ഡേ ലൈറ്റ് ഷോട്ട്സ് എല്ലാം കുഴപ്പമില്ലാത്ത വന്നിട്ടുണ്ട്. പോർട്രേറ്റ്സും കുഴപ്പമില്ല, ക്ലോസ് അപ്പ് ഇമേജസും കുഴപ്പമില്ല, സെൽഫീസ് അത്യാവശ്യം നല്ലതാണ്. ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി ഒരു മികച്ചതാണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും കുഴപ്പമില്ല. എബോ ആവറേജ് കാറ്റഗറിയിലാണ് വരുന്നത്. എഗെയിൻ പോക്കോൻ്റെ F സീരീസ് ഒരിക്കലും ക്യാമറ സെൻട്രിക് ആവാറില്ല. അതുകൊണ്ട് തന്നെ ഇതിലും ക്യാമറയ്ക്ക് ഒരു വലിയ മുൻതൂക്കമില്ല, എന്നാലും ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല ഒരു ഓവറോൾ ക്വാളിറ്റി നമുക്ക് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കില്ല എന്ന് മാത്രം പറയാം. അതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്യാമറയിലെ സാമ്പിൾസ് കണ്ടിട്ട്. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകാം. 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 90 watt ചാർജിങ് ആണ് വരുന്നത്. 90 watt ചാർജിങ് അറൗണ്ട് 40-45 മിനിറ്റ്സിനകത്ത് ഫുൾ ചാർജ് ആവും. അതിനൊപ്പം തന്നെ നമുക്ക് 5000 mAh ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ബാറ്ററി ലൈഫ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. എന്നാൽ ഏറെക്കുറെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബാറ്ററി ലൈഫാണ് ഇതിനകത്തും വന്നത്. അപ്പോൾ ഇതായിരുന്നു പോക്കോ F6ൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സ്. ഇനി ഇതിനകത്ത് NFC ഇൻക്ലൂഡഡ് ആണ്. അതിനൊപ്പം തന്നെ IP64 റേറ്റിംഗ് ആണ്. IP68 അല്ല 64 ആണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും ഇടരുത്. സ്പ്ലാഷസ് ഓഫ് വാട്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്ത് സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സെൻസറുകളും പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ, ആക്സിലോമീറ്റർ, കോമ്പസ്, ജൈറോസ്കോപ്പ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ F6 5Gൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്, ക്യാമറ സാമ്പിൾസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ടായി. അപ്പോൾ
അപ്പോൾ എഗെയിൻ പ്രൈസിങ് നമ്മൾ ഈ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസിങ് അറിയില്ല. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 38-32 രൂപേൻ്റെ ഉള്ളിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ അഗ്രസീവ് പ്രൈസിങ് ആയിരിക്കാനാണ് ചാൻസ്. എഗെയിൻ ഇത് നമ്മുടെ ഒരു ഗസ് മാത്രമാണ്. എന്നാലും പവർ ടു ഫീച്ചർ ആസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർഫുൾ ഡിവൈസാണ്. ഡെഫിനറ്റ്ലി ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ഡിവൈസാണ്. വളരെ ഫീച്ചർ റിച്ച് ആണ്. ഡോൾബി വിഷൻ, ഡോൾബി ആറ്റ്മോസ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, 90 വാട്ട് ചാർജിങ്, 5000 mAh ബാറ്ററി, എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഹൈപ്പർ OS ഉണ്ട്. എന്നാൽ ചെറിയ പോരായ്മകളുണ്ട്. കാരണം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാമറ ദ ബെസ്റ്റ് എന്നൊന്നും പറയാനില്ല, എന്നാൽ എബോ ആവറേജ് കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പോരായ്മകളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ഡിവൈസ് തന്നെയാണ് പോക്കോ F6 5G. അപ്പോൾ പോക്കോ F6 5Gനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഗ്രേറ്റ് ഡേ.